രാജ്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. രാജ്യത്തിൻ്റെ നമ്മുടെ പരമാധികാരത്തെയും നമ്മുടെ സുരക്ഷിതത്വത്തെയും എല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു കടന്നാക്രമണമാണ്. അത് രാജ്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്. ആര് ചെയ്താലും നമ്മുടെ ഓരോരുത്തരുടെയും നേരെ ഉതിർത്ത വെടിയുണ്ടകളായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. അതിനെ നമ്മൾ ശക്തമായി അപലപിക്കുകയും അതിന് പ്രേരകം ആയിട്ട് നിൽക്കുന്ന ആളുകളെയും ആ ശക്തികളെയും ഒക്കെ ഇല്ലാതാക്കണം. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇവിടെ എന്ത് വീണ് കിട്ടിയാലും വർഗീയമാക്കാൻ മതപരമാക്കിയായിട്ടുള്ള ഫൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കിയെടുക്കും. അപ്പം അവിടെ നടന്നത് എന്താണ്? അത് പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ, ആരാണത് വന്ന് ചെയ്തതെന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് അന്വേഷണം നടത്തി വ്യക്തമാക്കേണ്ടത്. ഏത് സംഘടനയാണ്, ആരാണ് അതിൻ്റെ പുറകിൽ, പാകിസ്ഥാൻ ഗവൺമെൻറ് ഉണ്ടോ, ISI ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയേണ്ടതാണ്. അതിനു മുമ്പ് ഇവിടെ നമ്മൾ ചർച്ച നടത്തി ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയല്ല. ഞങ്ങൾ അതിന് ഒരു കാലത്തും അതിനോട് യോജിപ്പില്ല. ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹൈന്ദവരെല്ലാവരും ഭീകര സംഘടനയാണ്. ഹിന്ദു എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അതുപോലെ ഇസ്ലാമിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ ഉള്ള മുഴുവൻ ആളുകളും ഭീകര പ്രവർത്തകരാണ്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്ത് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ഓരോരുത്തരും ചാടി വീഴാണ്.